ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അവൽ വെച്ചിട്ട് വിവിധ തരം ഫുഡ് ഐറ്റം നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു കേക്കും ഒരു അപ്പവും ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റമാണ്. ഹെൽത്തിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അവൽ, ശർക്കര, തേങ്ങ ഇതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കുഞ്ഞ് ബെല്ലൈക്കൻ അമർത്തിയിട്ടാൽ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാൻ വേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് പോകാം. ഇതിനായി പഴുത്ത പാളയംതടം പഴം വേണം. നന്നായി പഴുത്ത പഴം എടുക്കാം. ഇതിന് അവലെടുക്കാം. ഈ അവല് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് അവല്. പിന്നെ ഈ പഴം മിക്സി ജാറിൽ നന്നായി അടിച്ചെടുക്കാം. കൊക്കോ പൗഡർ, കോൺഫ്ലവർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, പഞ്ചസാര, കോക്കനട്ട് ചിരകി എടുത്തിട്ടുണ്ട്, കപ്പലണ്ടി. കോൺഫ്ലവർ ഇടാം, കൊക്കോ പൗഡർ ഇടാം, ഉപ്പിടാം, ബേക്കിംഗ് സോഡ ഇടാം, പഞ്ചസാര ഇടാം. ഇത് ഡയബറ്റിക് പേഷ്യൻറ്റിന് ഈ ഷുഗർ അവോയ്ഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. മിക്സി ജാറിൽ ഈ പഴം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. മിക്സി ജാറും പാത്രങ്ങളും എല്ലാം ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം, ശ്രദ്ധിക്കണം. നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ അവല് നമ്മൾ ഈ മിക്സിൽ ചേർക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇതിൽ 2-3 സ്പൂൺ നെയ്യ് ഇതിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ അവല് ഇട്ട് മിക്സ് ചെയ്യാം. ഇതുപോലൊരു പാത്രത്തിലാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഓയില് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മാവ് കൊട്ടി കൊടുക്കാം. അതിനുശേഷം ബാറ്റർ ഇതിൽ ഒഴിക്കാം. ഇതിനകത്ത് തന്നെ വെച്ച് ഞാൻ അവലും കൂടി മിക്സ് ചെയ്തു. കാഷ്യൂ നട്ടോ വാൾനട്ടോ എന്തൊക്കെയാണോ കയ്യിലുള്ളത് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാം. ഇതുപോലൊരു പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കിനി സെയിം ബാറ്റർ തന്നെ പഴം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ 2 സ്പൂൺ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഇപ്പോൾ ഞാനിത് ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ശർക്കര ചിരകിയതാണ് ഞാനിപ്പോൾ ഇട്ടത്. പഞ്ചസാരയ്ക്ക് പകരം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഉപ്പും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിലിട്ട് മിക്സ് ആക്കാം. ഇത് വെച്ച് ഞാൻ ഈ മിക്സിക്കകത്ത് വെച്ച് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അവൽ ചേർത്ത് മിക്സ് ആക്കാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഒരു പാൻ നെയ്യ് ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് അപ്പമാക്കി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ചുട്ടെടുക്കാം.
ഇത് രണ്ട് സൈഡും ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും മൊരിയിച്ചെടുക്കാം. അവല് കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഇത് 4 മണിക്കോ എപ്പോഴാന്ന് വെച്ചാൽ തയ്യാറാക്കി കൊടുക്കണം. അവർക്ക് വളരെ ഇഷ്ടപ്പെടും. ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങളുടെ നല്ല കമൻസ് എനിക്ക് പ്രചോദനമാവും. ഇതിൽ അപാകതകളുണ്ടെങ്കിൽ പറയാനും മടിക്കണ്ട. നമ്മൾ ഇലക്ട്രിക് ഓവനിൽ വെക്കുമ്പോൾ 40 മിനിറ്റ് എടുത്ത് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയുള്ള പാത്രത്തിൽ ഒരു റിങ്ങോ ഒന്നും ഇടാതെ ഇങ്ങനെ നേരിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്ത് എടുക്കുമ്പോൾ ഇത് എൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ചെറിയ ബർണർ ഉള്ളതിൽ, അപ്പോൾ കുറച്ച് ലോ ഫ്ലെയിമാണല്ലോ അതിൽ കിട്ടുന്നത്. അതിൽ ഫുൾ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് വെച്ചു. ലോ ഫ്ലെയിം, ലോ സിമ്മ്, അപ്പോൾ അറിയാമല്ലോ ഏറ്റവും ചെറിയ ബർണറിൻ്റെ ലോ സിം എത്രയാണെന്ന്. അതിൽ ഒരു 12 മിനിറ്റും വെച്ചു. അപ്പോൾ നമുക്കിത് ബേക്കായി കിട്ടി. അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ ഇവിടെ റിങ് ഇടാതെ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് അങ്ങ് വെച്ച് കൊടുക്കണം.